ക്യൂ നിൽക്കാൻ മടിയുള്ളവർക്ക് ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. പക്ഷേ ബുക്ക് ചെയ്യുമ്പോൾ ഒരു ടിക്കറ്റിന്റെ 25% കൺവീനിയൻസ് ഫീ എന്ന പേരിൽ കൊടുക്കേണ്ടതാണ് ഒരു പ്രശ്നം. PVR പടം കാണാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തിയേറ്ററിന്റെ മുമ്പിൽ നിന്ന് PVR ആപ്പ് ത്രൂ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഈ പറയുന്ന കൺവീനിയൻസ് ഫീ ഉണ്ടായിരുന്നില്ല. അതൊരു ഉപകാരമുള്ള കാര്യമായിരുന്നു. പക്ഷേ അവരതെടുത്ത് മാറ്റി. പകരം ഇങ്ങനെ ഒരു കിയോസ്ക് വെച്ചിട്ടുണ്ട്. ഈ കിയോസ്കിൽ നമുക്ക് സിനിമ സെലക്ട് ചെയ്ത് സീറ്റ് സെലക്ട് ചെയ്ത് ഓൺലൈൻ പേയ്മെന്റ് ചെയ്യാം. ഇനി അതേയുള്ള വഴി. പക്ഷെ ഇന്ന് ചൊവ്വാഴ്ച ആയതുകൊണ്ടും 92 രൂപയുടെ ഓഫർ ഉള്ളതുകൊണ്ടും ഞാൻ ക്യൂ നിന്ന് തന്നെയാണ് ടിക്കറ്റ് എടുത്തത്. 92 രൂപയ്ക്ക് സ്പൈഡർമാൻ റീ റിലീസ് കാണാൻ എത്തിയിരിക്കുകയാണ് PVR Audi 3-യിൽ. എൻ്റെ ഈ സിനിമാ പ്രാന്ത് പറഞ്ഞ ജീവിതത്തിലെ ഒരു നിർണായകമായിട്ടൊരു ടേണിംഗ് പോയിന്റ് ആണ് സ്പൈഡർമാൻ എന്ന് പറയുന്ന സിനിമ. ഞാൻ ആദ്യമായി ഒറ്റയ്ക്ക് തിയേറ്ററിൽ കാണാൻ പോയ സിനിമയാണ് സ്പൈഡർമാൻ. 2002-ലായിരുന്നു ഈ സിനിമ റിലീസായത്. അന്ന് ഒരു സിനിമ കാണണമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും കാണാൻ സാധിക്കില്ല. അന്ന് A ക്ലാസ് തിയേറ്ററിൽ, ഇവിടുത്തെ എറണാകുളത്താണെന്നുണ്ടെങ്കിൽ ഷേണായിസ്, കവിത, ശ്രീധർ പോലുള്ള തിയേറ്ററിൽ ഒരു സിനിമ റിലീസാവും. പിന്നെ കുറച്ച് നാൾ ശേഷം അത് B ക്ലാസ് തിയേറ്ററിലേക്ക് മാറും. B ക്ലാസ് തിയേറ്റർ അന്ന് ആലുവ ഭാഗത്തേക്കേ ഉള്ളൂ, സീനത്ത് ആ ഭാഗത്തേക്കൊക്കെ പോകണം. അത് എന്നെ കൊണ്ട് അന്ന് 7ാം ക്ലാസ്സിലാണ് ഞാൻ പഠിക്കുന്നത്. അപ്പം അന്ന് അത് പ്രാവർത്തികമായിട്ടുള്ള കാര്യമല്ല. പിന്നെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇത് C ക്ലാസ് തിയേറ്ററിലേക്ക് മാറുന്നതാണ്. അപ്പൊ കാക്കനാടാണ് എൻ്റെ വീട്. കാക്കനാട് അന്ന് 2 C ക്ലാസ് തിയേറ്റർ ഉണ്ടായിരുന്നു. ഒന്ന് പാലമുറ്റം സിനി ഹൗസ് എന്നായിരുന്നു എൻ്റെ പേര്. പിന്നെ കാക്കനാട് ജിനി എന്ന് പറയുന്ന ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു. അപ്പൊ ഈ കാക്കനാട് ജിനി തിയേറ്ററിൽ ഈ സിനിമ വന്നപ്പോൾ നമുക്കറിയാം, കാരണം നമ്മൾ പോകുന്ന വഴികളിലെല്ലാം ഈ കാക്കനാട് ജിനിയിൽ 3 കളികൾ എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റർ കാണാം സ്പൈഡർമാൻ്റെ. അപ്പോൾ ജിനി തിയേറ്റർ എവിടെയാണെന്ന് അറിയില്ല, പക്ഷെ കാക്കനാട് ആ ഭാഗത്തേക്ക് സൈക്കിളോട്ടി പോകാനൊക്കെ അറിയാം. അങ്ങനെ സൈക്കിളൊക്കെ ചവിട്ടി ജിനി തിയേറ്റർ കണ്ടുപിടിച്ച് അത് 10 രൂപയുള്ളൂ ഒരു ടിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആദ്യമായി ഒറ്റയ്ക്ക് കണ്ട സിനിമയാണ്. അതുകൊണ്ട് സംതിങ് സ്പെഷ്യലാണ് എനിക്ക് ഈ സിനിമ. 10 രൂപ ടിക്കറ്റിൽ അന്ന് വീട്ടുകാരോടൊക്കെ പറയാതെ കണ്ട സിനിമയായിരുന്നു സ്പൈഡർമാൻ. ഈ സ്പൈഡർമാൻ സിനിമയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അന്നത് ഈ 7ാം ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടികൾക്കിടയിലൊക്കെ നല്ല തരംഗമായിട്ടുള്ള ഒരു പടമായിരുന്നു. ഈ സ്പൈഡർമാൻ്റെ സ്റ്റിക്കേഴ്സ്, സ്പൈഡർമാൻ്റെ ബാഗ്, അതിനുശേഷമൊക്കെ ഭയങ്കര ബാഗുള്ളവനൊക്കെ ഭയങ്കര ജാടയും കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് സ്പൈഡർമാൻ്റെ ബാഗ് ഉണ്ട്. ആ സംതിങ് സംഭവങ്ങളൊക്കെയാണ്. കാരണം അത്രയും ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു ഈ സ്പൈഡർമാൻ. ഈ സ്റ്റിക്കറൊക്കെ വെച്ചിട്ടായിരുന്നു അന്ന് എന്താ പറയുക, ബെറ്റൊക്കെ വെക്കില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ സ്പൈഡർമാൻ്റെ 2 സ്റ്റിക്കർ, സ്പൈഡർമാൻ്റെ 3 സ്റ്റിക്കർ. അതായത് ആദ്യത്തെ സ്പൈഡർമാൻ ലൈവ് ആക്ഷൻ പടമാണ് ഈ 2002 ഇറങ്ങിയ ഈ സിനിമ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള എല്ലാ സംഭവങ്ങളും എനിക്ക് തോന്നുന്നു ഇത്രയേറെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു സൂപ്പർ ഹീറോ വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിനു മുമ്പ് ബാറ്റ്മാന്റെ സിനിമകൾ വന്നിട്ടുണ്ട്, ഇതിനു മുമ്പ് സൂപ്പർമാന്റെ സിനിമകൾ വന്നിട്ടുണ്ട്. പക്ഷെ ഈ കേരളത്തില് സ്പൈഡർമാൻ 2002 ആ ഇറങ്ങിയ സിനിമയുടെ അത്രയും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള വേറെ സിനിമ ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. പിന്നെ കുറെ കാലങ്ങൾക്ക് ശേഷം സ്പൈഡർമാൻ വീണ്ടും ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റിയപ്പോൾ ഇത് PVR-ലായിരുന്നു, PVR Audi 3-ലായിരുന്നു. Audi 3 ആക്ച്വലി ഒരു ഫ്ലാറ്റ് റേഷ്യോ ആണ്. അപ്പോൾ ഫ്ലാറ്റ് സ്ക്രീനിൽ തന്നെ ഫ്ലാറ്റാണ് ഈ പടവും. കാരണം അന്ന് ഫിലിമിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള ഫ്ലാറ്റ് DCP വന്നിരിക്കുന്നത്. അപ്പോൾ ഫ്ലാറ്റിൽ തന്നെ കാണാൻ പറ്റി. ആക്ച്വലി വളരെ സന്തോഷമുള്ളതാണ്. കാരണം നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ ഒരുപാട് സുഖമുള്ള ഓർമ്മകളൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് സ്പൈഡർമാൻ. ആ സ്പൈഡർമാൻ വീണ്ടും ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റുക എന്ന് പറയുന്നത് ഇതിൽ കൂടുതൽ ഒരു സന്തോഷമൊന്നും ഇങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതിൻ്റെയാണ്. പിന്നെ ഈ സിനിമ കണ്ടപ്പോൾ ഞാൻ ഈ സിനിമ കുറേ കാലങ്ങൾക്ക് ശേഷമുണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു 10 വർഷമായിട്ട് ഞാൻ ഈ പടം റീവാച്ച് ചെയ്തിട്ടില്ല. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു സംതിങ്, ആ ഒരു പുതുമ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ സിനിമ ആദ്യം കണ്ടതിന് ശേഷം ഞാൻ ഈ സിനിമ കണ്ടതിന് കൈയും കണക്കില്ല. ഈ സിനിമയുടെ CD എനിക്ക് വീട്ടിൽ അന്ന് VCD കാലഘട്ടമൊക്കെ ആയതുകൊണ്ട് ഒരു സ്പൈഡർമാൻ്റെ CDs ഒക്കെ സ്വന്തമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എത്ര തവണ ഈ പടം കണ്ടിട്ടുണ്ടായിരുന്നു കയ്യും കണക്കില്ല. പിന്നെ കഴിഞ്ഞൊരു 10 വർഷമായിട്ട് ഈ പടം കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇത്തവണ കണ്ടപ്പോൾ ഒരു പുതുമയുണ്ടായിരുന്നു. പിന്നെ DCP കൊള്ളായിരുന്നു. ഇതിന്റെ ആ ഒരു ബ്രൈറ്റ്നെസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു രണ്ടാമത് കണ്ടപ്പോഴും. ആ PVR Audi 3-ൽ കണ്ടത്. പിക്ചർ ക്ലാരിറ്റി നിങ്ങൾ ഓൾറെഡി കണ്ടുമാണ്. പിക്ചർ ക്ലാരിറ്റിയൊക്കെ ഗംഭീരമായിരുന്നു. ശരിക്കും ഒരു ഫ്രണ്ട്ലി നൈബർഹുഡ് സ്പൈഡർമാനായിട്ട് അഭിനയിക്കാൻ പറ്റുന്ന കറക്റ്റ് ചോയ്സ് ആണ് ടോബി മക്വയർ. ഈ സിനിമയുടെ തുടക്കത്തിൽ തന്നെ ആ ഒരു പീറ്ററിന്റെ വൾണറബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ കുറച്ച് നേരം കൊണ്ടാണ് കാണിക്കുന്നുള്ളൂ. പക്ഷെ ആ വൾണറബിൾ ആയിട്ട് കാണിക്കുന്ന പീറ്ററിന്റെ അടുത്ത് നമ്മൾ ഭയങ്കരമായിട്ട് നമുക്ക് ഇമോഷണൽ ആയിട്ട് ഒരു കണക്ട് കിട്ടുന്നുണ്ട്. അതിൽ ടോബിയുടെ ആ ഒരു പെർഫോമൻസിന്റെ കാര്യമൊക്കെ എടുത്തു പറയേണ്ടതാണ്. പിന്നെ ഈ സിനിമ ഭയങ്കര ഫാസ്റ്റ് ആണ്. അതായത് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇതിന്റെ ആ ഇമോഷണൽ സീക്വൻസ് എന്ന് പറയുന്നത് അങ്കിൾ ബെന്നിന്റെയും ആന്റിയുടെയും ആ ഒരു സീക്വൻസ് ആണ്. അതാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് രജിസ്റ്റർ ആവുന്നുണ്ട്. കണ്ടപ്പോൾ നോട്ട് ചെയ്ത കാര്യം എന്ന് പറയുന്നത് ഒന്ന് ഡെയിലി ബ്യൂഗിളുടെ എഡിറ്ററായിട്ട് ആ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, ആ ക്യാരക്ടറിനെ ഗ്രീൻ ഗോബ്ലിൻ അറ്റാക്ക് ചെയ്യുന്ന ഒരു സീനുണ്ട്. അറ്റാക്ക് ചെയ്യുന്ന സീനിൽ ഈ സ്പൈഡർമാന്റെ ഫോട്ടോ എടുക്കുന്ന ഫോട്ടോഗ്രാഫർ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നില്ല.
അതായത് അയാൾക്കറിയാം ഈ പറയുന്ന ടോബി പീറ്റർ പാർക്കർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്, ഈ ഫോട്ടോ കൊണ്ടുവന്നൊക്കെ അറിയാം, ഒരു പയ്യനാണെന്നൊക്കെ അറിയാം. പക്ഷെ ഒരിക്കലും ആ ഒരു ഈവിൾ, ആ ഒരു ചിലപ്പോ ഈ പറയുന്ന ഗ്രീൻ ഗോബ്ലിൻ കൊന്നേക്കാം, എന്നാൽ പോലും ആ ഒരു ക്യാരക്ടർ അത് പീറ്റർ പാർക്കിനെ കാണിച്ചു കൊടുക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ രണ്ടാമത് കണ്ടപ്പോൾ ഞാൻ നോട്ട് ചെയ്തു. പിന്നെ ഈ സിനിമയുടെ CD സ്വന്തമായിട്ട് ഉള്ളത് കൊണ്ട് തന്നെ കുറെ തവണ ഈ പടം കണ്ടിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോഴൊക്കെ ഈ ക്ലൈമാക്സിന്റെ ആ ഒരു ഫൈറ്റ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പടം അങ്ങ് ഓഫ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ക്ലൈമാക്സ് ഏറ്റവും പടം അവസാനിക്കുമ്പോൾ MJയും പീറ്ററും തമ്മിലുള്ള ആ ഒരു സംഭാഷണം ഉണ്ടല്ലോ, ആ സംഭാഷണം ഇതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ഞാൻ ആലോചിക്കുന്നത്. കാരണം അത് ജസ്റ്റ് ഒരു എന്തോ ഒരു തമ്മിൽ പറയുന്നു എന്നുള്ളൊരു മൈൻഡിൽ പിന്നെ അത് ആ ഭാഗത്തേക്ക് അധികം ശ്രദ്ധ കൊടുത്തിട്ടില്ല. ബട്ട് ഗ്രേറ്റ് പവർ കംസ് വിത്ത് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിൽ ആ ഒരു പ്രണയം സാക്രിഫൈസ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു ഡയലോഗ്സ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാതെ വിട്ടു. അപ്പൊ ഞാൻ തന്നെ ആലോചിക്കായിരുന്നു, ഷെറാ ഇങ്ങനെ ഒരു സംഭവം ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല എന്ന്. കാരണം നമ്മളിപ്പോ ഒരു 100 തവണ പടം കണ്ട പടമാണെങ്കിൽ പോലും ചിലപ്പോൾ രണ്ടാമത് ഇതുപോലെയുള്ള ഈ വലിയ സ്ക്രീനിൽ കാണുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഈ ചില സീൻസ് കാണാൻ വേണ്ടി കാണുന്നതും അങ്ങനെയൊന്നുമല്ല. നമ്മുടെ മുഴുവൻ ശ്രദ്ധ, നമ്മൾ ഫോണെല്ലാം ഓഫ് ചെയ്ത് വെച്ചിട്ട് മുഴുവൻ ശ്രദ്ധ ഒരു സിനിമയിലേക്ക് ആവുമ്പോൾ ഇതുപോലെ കുറെ മൈന്യൂട്ടായിട്ടുള്ള കുറെ സംഭവങ്ങളൊക്കെ നമ്മളത് വീണ്ടും ഓക്കെ ഇത് ഇങ്ങനെ ഉണ്ടായിരുന്നല്ലേ എന്നുള്ള രീതിയിൽ, ഞാൻ എൻ്റെ കാര്യം കൊണ്ട് പറയുന്നത്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. കാരണം സ്പൈഡർമാൻ എന്ന് പറയുന്ന സിനിമ ഒരുപാട് തവണ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പിന്നെ ഈ സിനിമയെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ 2002 ഇറങ്ങിയിട്ടുള്ള ഈ സിനിമയാണ് ഈ മോഡേൺ സൂപ്പർ ഹീറോ സിനിമയുടെ തുടക്കം എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. 2002 സാം റൈമിയുടെ സ്പൈഡർമാൻ ഇറങ്ങിയതിന് ശേഷം ഒരുപാട് സൂപ്പർ ഹീറോ സിനിമകൾ ഉണ്ടായിരുന്നു. അതിൽ MCU DCU അങ്ങനെ ഒരുപാട് എല്ലാം പെടും, യൂണിവേഴ്സുകളെല്ലാം പെടും. ബട്ട് സ്റ്റിൽ ഈ സിനിമ തുടങ്ങി വെച്ച ഒരു സംഭവമുണ്ട്. അതായത് ഒരു സാധാരണക്കാരായിട്ടുള്ള ഒരാൾ, അയാൾക്ക് പവർ കിട്ടുമ്പോൾ അയാളുടെ റെസ്പോൺസിബിലിറ്റി മനസ്സിലാക്കുന്നു, അയാൾക്കൊരു ലോസ് ഉണ്ടാവുന്നു, ആൻഡ് ഫൈനലി ഹീസ് എ സൂപ്പർ ഹീറോ. വിത്ത് ഗ്രേറ്റ് പവർ കംസ് റെസ്പോൺസിബിലിറ്റി എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. സ്റ്റിൽ ഇപ്പോഴും ഹോളിവുഡിന്റെ സൂപ്പർ ഹീറോ സിനിമകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാറ്റേണിലുള്ള ഒരുപാട് സിനിമകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സിനിമയാണ്. പിന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹീറോ വില്ലൻ ആ ഒരു ഡൈനാമിക്സ്, അതായത് ഈ പടത്തിന്റെ ഒരു പാതിയോളം താങ്ങി നിർത്തുന്ന വില്ലൻ ഡാഫോയുടെ വില്ലൻ റോള് തന്നെയാണ്. കാരണം ആ ഒരു ഗ്രീൻ ഗോബ്ലിൻ എന്ന് പറയുന്നത് ഭയങ്കര ഐക്കോണിക്കൽ, തിയേറ്ററിക്കൽ, ആ രീതിയിലൊക്കെ പറയാവുന്ന ഒരു, നമുക്കൊരിക്കലും ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പൈഡർമാൻ എത്രത്തോളം നമ്മുടെ മനസ്സിലേക്കുന്നു അത്രത്തോളം തന്നെ മനസ്സിലേക്കുന്ന ഒരു ക്യാരക്ടറാണ് ഗ്രീൻ ഗോബ്ലിൻ. വില്യം ഡാഫോയ് നല്ല അതിഗംഭീര പെർഫോമൻസ് ആയിരുന്നു, അത് പറയാതെ വയ്യ. പിന്നെ ഈ സിനിമയുടെ ആക്ഷൻ സീക്വൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രാക്ടിക്കൽ എഫക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണെങ്കിലും ചെറുപ്പം മുതൽ നോട്ട് ചെയ്തിട്ടുള്ളതാണ്. കാരണം ഈ സ്പൈഡർമാനെ പോലെ ചാടാൻ ശ്രമിക്കുക എന്നൊക്കെയുള്ള അന്നത്തെ കാലത്ത് കൊച്ചുകുട്ടികളൊക്കെ ചെയ്തിട്ടുള്ള കുറെ മണ്ടത്തരങ്ങളിൽ ഒന്നാണ്. അന്ന് പിന്നെ സ്പൈഡർമാൻ, ശക്തിമാൻ അങ്ങനെയൊക്കെ ഉള്ള ഒരു കാലഘട്ടമായിരുന്നു. അപ്പൊ ഈ സൂപ്പർ ഹീറോസിന്റെ ആ ഒരു സംഭവങ്ങൾ അനുകരിക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അത് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയില്ല. അങ്ങനെ കുറെ മണ്ടത്തരങ്ങളൊക്കെ പണ്ടത്തെ 90s കിഡ്സ് കുറെ ചെയ്തിട്ടുണ്ടോ. പിന്നെ ഇതിൽ വരുന്ന ലവ് സ്റ്റോറി ആക്ച്വലി അതൊരു ചീസി സംഭവമായിട്ടല്ല. ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെ ഈ പടം അവസാനിക്കുന്നത് തന്നെ ഒരു ഇമോഷണൽ നോട്ടിലാണ്. അതുകൊണ്ട് തന്നെ ഈ പടം നമ്മളിപ്പോൾ പറയൂലേ എല്ലാം തികഞ്ഞ ഒരു ക്ലാസിക് എന്നൊക്കെ പറയുന്ന രീതിയിൽ അങ്ങനെയുള്ള ഒരു പടത്തിൽ കൂട്ടാവുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഈ സ്പൈഡർമാൻ ഫീൽ ചെയ്യുന്നത്. പിന്നെ സാം റൈമി അറിയാലോ, അത് പുള്ളി ഫേമസ് ആയിട്ടുള്ളത് ഈവിൾ ഡെഡ് എന്നുള്ള ആ സിനിമയുടെ എടുക്കുന്ന അതിൻ്റെ ഒരു ക്രിയേറ്റർ ഈ ഒരു സൂപ്പർ ഹീറോ, അതും സ്പൈഡർമാൻ, ഫ്രണ്ട്ലി നൈബർഹുഡ് സ്പൈഡർമാൻ പടം എടുക്കുമ്പോൾ പോലും പുള്ളിയുടേതായിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ ഈ പടത്തിലുണ്ട്. ഇതിൽ വരുന്ന ഡച്ച് ആംഗിൾസ്, പിന്നെ ക്രേസി സൂം, പിന്നെ ഇതിനകത്ത് വരുന്ന ഒരു ജംപ് സ്കെയർ സീൻ ഉണ്ട്, അതായത് ഗ്രീൻ ഗോബ്ലിൻ്റെ ആ ഒരു സീനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് കംപ്ലീറ്റ്ലി ഒരു സാം റൈമി ടച്ച് ഈ പടത്തിൽ അപ്പോഴും ഉണ്ട്. പിന്നെ ഉള്ളത് ഡാനി എൽഫ്മാൻ്റെ മ്യൂസിക്കുമാണ്. ഡാനി എൽഫ്മാൻ്റെ മ്യൂസിക്കിനെ കുറിച്ച് കൂടുതലായിട്ട് ഒന്നും പറയേണ്ട ആവശ്യമില്ല, ടൈംലെസ് എന്നുള്ള രീതിയിൽ നിൽക്കാവുന്നതാണ്. അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ഒരു എല്ലാം തികഞ്ഞിട്ടുള്ള ഒരു ക്ലാസിക്കൽ മാസ്റ്റർ പീസ് എന്നൊക്കെ പറയാവുന്ന ഒരു സിനിമയാണത്. വീണ്ടും തിയേറ്ററിൽ കാണാൻ പറ്റിയതിൽ ഭയങ്കര ഹാപ്പി. ഇതുപോലുള്ള ഒരുപാട് നമ്മുടെ ലൈഫായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അതുപോലെ ക്ലാസിക് പടങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ റീ റിലീസ് ആകുമ്പോൾ അത് കാണുമ്പോൾ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതാണ് അതിൻ്റെ സത്യം.